ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു കറി ലീവ്സ് റൈസാണ്. കറിവേപ്പില വെച്ചിട്ടുള്ള ഒരു ചോറാണ്. അതിനായി നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പ്, ചുവന്ന മുളക്, കരിവേപ്പില, നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത കറിവേപ്പില പൊടി പൗഡർ എന്നിവയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ എടുക്കുന്നു, ചൂടാക്കുന്നു. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. ആ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നു. പരിപ്പ് നമ്മളെടുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുന്നു. അതും ഇത്തിരി പൊട്ടി നല്ലതായിട്ട് വരുമ്പോൾ നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കുന്നു. ഉഴുന്ന് പരിപ്പ്, ചുവന്ന മുളക്, കരിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുവാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കറി ലീവ്സ് പൗഡർ വെച്ചിട്ടാണ് ഈ ചോറ് ഉണ്ടാക്കുന്നത്. അടിപൊളിയാണ്. നമുക്ക് ആ പൗഡർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ദിവസം നമുക്ക് ചോറുണ്ടാക്കി കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കറി ലീവ്സ് നമ്മൾ പൊടിച്ച് വെച്ചത് അത് 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുന്നു. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ചോറ്, ഒരു 2 കപ്പ് ചോറ് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കറിവേപ്പില റൈസ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. സൂപ്പറായിരുന്നു. എല്ലാവരും ഇതുപോലെ തന്നെ ഒരു സ്റ്റെപ്പും മാറാതെ ട്രൈ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. എല്ലാവരും ഷെയർ ചെയ്യണം. എല്ലാ വീഡിയോസും ഫുള്ളായിട്ട് കാണണം. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടിപൊളി ഒരു ചോറാണ് കറിവേപ്പില റൈസ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.